പള്ളിയിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾക്ക് ചായയും കൊണ്ടുവരും. ഓരോ ചായയും കുടിച്ച് വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരാൾക്കൂട്ടം കണ്ട് ഇവന്മാരവിടെ നൂഞ്ഞാലാടൻ. ഈ കണ്ണന്റെ പടം പറയണ്ട, സൈക്കോന്നും ഒരാളെയും വെറുതെ വിടുന്നില്ല. ഇവൻ കൈ ലൈസും പിടിച്ചിരിക്കണ വെറുതെ അല്ല, കൂടുതൽ സമയം പിടിക്കാൻ ആൾക്ക് ഷവായി മേടിച്ചിരാന്ന് ഷാനു പറഞ്ഞു. ആശ്നതയെ ഐസ് വാങ്ങിയിട്ടുണ്ട്. കൈ കിട്ടിയപ്പോഴത്തേനോട് എക്സ്പ്രസ് ആയിട്ട് മരിക്കും. മത്സരം കഴിഞ്ഞ അസ്ലുവിനെ വിജയായിട്ട് പ്രഖ്യാപിച്ചു. ഞാനും ഒപ്പം തന്നെ വണ്ടി എടുത്ത് ഞങ്ങളെ കൊണ്ടവിടുന്ന് മുങ്ങി. അഴീക്കോട് ജെട്ടി കാണിച്ചാന്ന് പറഞ്ഞാണ് ഈ കൊണ്ടോണം. നമ്മ കാണാത്തതേ മനോഹരമായ ജെട്ടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു. ഇവിടത്തെ നോനി പറച്ചിലാണ്. അബു ആ പാവൻ ചപ്രിനെ വെറുതെ ഉപദ്രവിക്കും. ഭൂമിയിൽ ആർക്കില്ലാത്തൊരു സാധനം എനിക്കുണ്ട്, ജോലി. ഫുഡ് റെഡി ആയപ്പോ ഞങ്ങളെ കാക്കനെ വിളിക്കുന്ന പോലെ വിളിക്കണം ഹസന. ഹസനയുടെ വാപ്പ ഞങ്ങൾക്കുള്ള ചോറ് കൊണ്ടെന്ന് വെച്ച് അതൊന്നും കാര്യാക്കണ്ടതേ, ചിക്കൻ ചോറിരിക്കും. എനിക്കായിട്ട് സ്നേഹത്തോടെ ചോറ് വിളമ്പേണ അസ്ലു. ഇനി ഞാൻ ഇത് കഴിക്കട്ടെ. എന്റെ കയ്യിൽ ഫോൺ കണ്ടപ്പോൾ രാജൻ ഒരുമാതിരി അഭിനയം. ഫുഡൊക്കെ കഴിച്ച് ഇനി യാത്ര പറയണം, വീട്ടിൽ പോകണം. അപ്പൊ ഓക്കെ, ഫോളോ ആക്കാൻ മറക്കണ്ട. ബൈ ബൈ.